21 വർഷങ്ങളായിട്ടുള്ളൊരു ആത്മബന്ധമാണ് ഞാനും സാഞ്ചേട്ടനും തമ്മിലത്. 21 വർഷം കഴിഞ്ഞു. അപ്പോൾ അതായത് ഇവരുടെ ഒരു 4ാം വിവാഹ വാർഷികം എന്ന് വേണേൽ പറയാം. മൂത്തവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാഞ്ചേട്ടൻ്റെ ഒരു ഓടിട്ട് വീടുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള വീടിൻ്റെ കുറച്ച് ബാക്കിൽ, അവിടെയാണ് ആദ്യം ഞാൻ വരുന്നതും കാണുന്നതുമെല്ലാം. അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പം ഈ ചടങ്ങിൽ നിന്നുകൊണ്ട് പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ സംഭവബഹുലമായ നല്ലതും ഓർക്കാൻ ആഗ്രഹിക്കുന്നതും മറക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ നിരന്തരം വന്നുപോയ ഒരു 25 വർഷങ്ങളാണ്. പലപ്പോഴും നമ്മളൊരു വിവാഹ ജീവിതത്തിൽ ഇതിൻ്റെ എല്ലാം ഒരു പകിട്ട് കൂടുന്നത് നമ്മുടെ സുഖങ്ങളിലൊപ്പം ഉണ്ടാകുന്നു, ദുഃഖങ്ങളിലൊപ്പം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതിനൊരു പരിധിക്കപ്പുറമുള്ള ഒരു പങ്കാളിത്തമായിരുന്നു സാഞ്ചേൻ്റെയും ഷീല ചേച്ചിയുടെയും എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ പല സന്ദർഭങ്ങളിൽ അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഇന്ന് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞതുപോലെ ഇണങ്ങിയോ പിണങ്ങിയോ എല്ലാമായെങ്കിലും 25 വർഷങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ. അതിനുശേഷം പുതിയ ആളുകൾ വന്നു, ഞങ്ങളെല്ലാം വിവാഹിതരായി, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അവരെല്ലാം വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ഞങ്ങളുടെ ഒരു ആത്മബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ഏകദേശം ഞാൻ ഈ ഇടയ്ക്ക് പറഞ്ഞു, ഈ ന്യൂ ഇയർ എന്ന് പറയുന്നത് 20 കൊല്ലം തുടർച്ചയായി, ഒരു കൊല്ലം പോലും മുടക്കില്ലാതെ 20 കൊല്ലം തുടർച്ചയായി എല്ലാ ഡിസംബർ 31-നും ഒന്നിച്ചുണ്ടായിട്ടുണ്ട് ഞാനും സാഞ്ചേട്ടനും. അതൊക്കെ ഒരു 10-12 എണ്ണമൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതും ബാക്കി 8 എണ്ണത്തോളം ബോധപൂർവം സംഘടിപ്പിച്ചതുമാണ്. അത് നടക്കണം, അത് മുറിക്കാൻ എളുപ്പമാണ്, അത് മുറിക്കാതെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തമ്മിൽ കാണുകയും ഒത്തുചേരുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഇപ്പോൾ അത്തരത്തിലുള്ള കഥകൾ പറയേണ്ട ഒരു സമയം അല്ലെങ്കിൽ മറ്റൊരു സമയം അതിനുവേണ്ടി ഞങ്ങൾക്ക് മാറ്റിവെക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ ഓർമ്മകളിലെല്ലാം ഈ സമയത്ത് പോവുകയായിരുന്നു. ഇതിനു മുമ്പ് നമ്മുടെ നിത പറഞ്ഞ പോലെ ഇതൊരുപാട് കാലം നീണ്ടു നിൽക്കുന്ന വലിയ സന്തോഷ തുടർച്ചകൾ ഉണ്ടാകുന്ന ഒരു ബന്ധമായി തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ക്ഷണിച്ചില്ലെങ്കിലും വരേണ്ട ചടങ്ങാണ്. ഒരുപാട് ചടങ്ങുകൾ, ആ ഗൃഹപ്രവേശം തൊട്ട് ഇങ്ങനെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിലെല്ലാം പങ്കാളിയാവാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരിക്കൽ കൂടി ആത്മാർത്ഥമായ ആശംസകൾ പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പാണ്. സാഞ്ചേട്ടൻ ഏറ്റവും അധികം കാത്തു സൂക്ഷിക്കുന്നതും റിലേഷൻഷിപ്പ് തന്നെയാണ്. സാഞ്ചേട്ടനുമായിട്ട് പരിചയപ്പെട്ട ആ നാൾ മുതലുള്ള എല്ലാവരുമായിട്ട് നമ്മുടെ എല്ലാ ചടങ്ങിനും നമുക്ക് ധൈര്യപൂർവ്വം വിളിക്കാൻ പറ്റുന്ന ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ അത് സാഞ്ചേട്ടനാണ്. ഓർമ്മകളിൽ എന്നും സാഞ്ചേട്ടന് ഒരു എളിയ ശിഷ്യൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആയുരാരോഗ്യ സൗഖ്യം രണ്ടുപേർക്കും ഉണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ്. ഞാൻ സാഞ്ചേട്ടനെ വിളിച്ചപ്പോൾ സാഞ്ചേട്ടൻ പറഞ്ഞു, എടാ ഇതൊക്കെ ആരൊക്കെയോ നടത്തുന്നു, എൻ്റെ ചെണ്ട ടീം നടത്തുന്നു, എൻ്റെ ശിഷ്യന്മാർ നടത്തുന്നു, അതിലേക്കെല്ലാം നീയും കൂടെ വരണമെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ സാഞ്ചേട്ടനെ ശിഷ്യന്മാരെ കൊണ്ട് തന്നെ ഇത്രയും ശിഷ്യന്മാർ സാഞ്ചേട്ടനുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ ആലോചിച്ച് പോകുമായിരുന്നു. അതുപോലെ ശിഷ്യന്മാരിവിടെ വന്ന് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. എന്തായാലും സാഞ്ചേട്ടനും ശ്രീ ചേച്ചിക്കും ഇനി ദീർഘങ്ങൾ ഇതുപോലെ ജീവിക്കട്ടെ. സന്തോഷത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നുള്ളൂ. എന്തായാലും വളരെയധികം സന്തോഷം. ആശാന് ഒരു ആശംസ പറയാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. 25ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സാഞ്ചേട്ടനും ശ്രീ ചേച്ചിക്കുമുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹസമ്പന്നരായ കുടുംബാംഗങ്ങളെ, 39 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ച് സാജനെ ഒരു ചെറിയ സ്റ്റേജിലേക്ക് കൈപിടിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയിൽ
അവരുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വരെ ഞങ്ങൾ സ്നേഹസമ്പന്നരായ ഷിൽജയുടെ കുടുംബവും സാജൻ്റെ കുടുംബവും സാജൻ്റെ അച്ഛൻ അമ്മ അവരൊക്കെ ഓർമ്മകളായി മറിഞ്ഞെങ്കിലും നല്ലൊരു സ്നേഹബന്ധത്തോടുകൂടി കുടുംബത്തിൽ എൻ്റെ കുടുംബവും സാജൻ്റെ കുടുംബവും ആത്മാർത്ഥമായ ജീവിതത്തിൻ്റെ പന്താവിൽ ഒട്ടനവധി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടുകയും രജത ജൂബിലിയിൽ എത്തി നിൽക്കുന്നവരുടെ വൈവാഹിക ജീവിതത്തിൽ വിട്ടുവീഴ്ചകളുടെ എല്ലാം അവർ കരുതിയെങ്കിലും രണ്ട് മക്കളും അനുജനെയുമൊക്കെ സാജൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്യും. ഇവരുടെ ഈ ജീവിതത്തിൽ എല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വിപിൻ പള്ളുരുത്തി. ഇന്നൊരു പ്രധാനപ്പെട്ട സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇവിടെ കൂടാൻ കഴിഞ്ഞാലും നമുക്ക് ഇവരുടെ വിവാഹ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലുമൊക്കെ ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വിവാഹ മംഗളാശംസകൾ. ചേച്ചി സാജേട്ടാ, ഓൾ ദി ബെസ്റ്റ്. വീണ്ടും ഒരു ഓർമ്മ പുതുക്കൽ. അപ്പോൾ 25 എന്നുള്ള 50 75 ആകട്ടെ, 100 അടിക്കട്ടെ. വളരെ സന്തോഷം. ഇന്ന് ചെണ്ടയുടെ 210 എന്ന് പറയുമ്പോൾ ഏതാണ്ട് കോവിഡ് കാലമൊക്കെ കടന്ന് പോയ സന്ദർഭങ്ങളിൽ വളരെ ത്യാഗം സഹിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ മേഖലകളിലും ഒക്കെ പോയി നടന്ന് പരിപാടി അവതരിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ള നിരവധി ആളുകളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. അതിൽ എൻ്റെ തുടക്കം കുറിച്ച ആദ്യമായിട്ട് എനിക്ക് നായികയായിട്ട് വന്ന അശ്വതി അതിൻ്റെ തുടക്കം കുറിച്ചതാ. ആ തുടക്കം കുറിച്ച നായികയാ. ചെണ്ടയിലെന്ന് മാത്രമല്ല, ഞാനൊരു സ്ക്രീനിൽ ആദ്യമായിട്ട് വന്നത് സാജൻ്റെ കൂടെയാണ്. പിന്നെ ആ കൊറോണ ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മാറി നിൽക്കേണ്ടി വന്ന്. എൻ്റെ വീട് ഇവിടെ പള്ളുരുത്തിയിലാണെങ്കിലും എന്നെ കല്യാണം കഴിച്ച് വിട്ടേക്കണത് ആലുവയിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക എന്നുള്ള ഒരു ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അന്ന് ആ കൊറോണ ഇഷ്യൂസൊക്കെ ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വിട്ടു നിന്നത്. ആദ്യത്തെ ക്യാമറമാൻ ഡിനുവാണ്. കയ്യടി കൊടുക്കട്ടെ എല്ലാവരും. നമ്മുടെ പുരസ്കാരമാണ്, നമ്മുടെ ആദരവാണ്. ചിത്ര ഒരു കാലഘട്ടം അല്ലേ, ആ സമയത്തൊക്കെ ചിത്രയായിരുന്നു ചെറിയ അല്ലേ. നമ്മൾ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഓടി നടന്ന് കുറേ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തു. ഗായിക, ആങ്കർ, നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം അല്ലേ. വൺസ് അഗെയിൻ രണ്ടുപേർക്കും ഒരുപാട് വിഷസ്. ഇനിയും ഇത്രയല്ല കേട്ടോ, ഇനിയും ഒരു 100 വർഷം കൂടി ഇതുപോലെ വേണ്ടേ. നിതക്ക് എഴുതുന്ന ചില എപ്പിസോഡുകളൊക്കെ നിത പറയും ഞാൻ വില്ലത്തിയാണ്, എനിക്ക് നല്ലൊരു ക്യാരക്ടറില്ല എന്നൊക്കെ പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ചെയ്ത നിതയെയും നിതയുടെ മകനെയും ഞാൻ ഈ വേദിയിൽ ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു. സാജൻ ചേട്ടൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഒത്തിരി വാക്കുകളുണ്ട്. ശരിക്കും എല്ലാമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഓരോരുത്തർക്കും ചെണ്ടയിലെ എല്ലാ അംഗങ്ങൾക്കും. അച്ഛനോട് ചോദിക്കുന്നേക്കാൾ സ്വാതന്ത്ര്യത്തോടെ ഓരോ കാര്യങ്ങളും ആവശ്യങ്ങളും പറയുമ്പോൾ അച്ഛൻ നിന്ന് ചെയ്തു തരുന്നത് പോലെയാണ് സാജൻ ചേട്ടൻ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. കൊറോണ കാലഘട്ടത്തിൽ എല്ലാവരും വർക്കില്ലാണ്ടിരുന്ന കാലത്തും ഞങ്ങൾ കുറേ ആൾക്കാർ ഈ ചെണ്ടയിലൂടെ ജീവിച്ചു എന്ന് വേണം പറയാൻ. ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പോഴും സ്ക്രീനിൽ ഉണ്ടെങ്കിൽ അത് ചെണ്ടയിലൂടെ തന്നെയാണ്. അതിന് ഒത്തിരി സന്തോഷം. ഇതുപോലെ ഒരു ഗിഫ്റ്റ് കിട്ടിയതിൽ അതിലേറെ സന്തോഷം. ഇതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമ്മാനമായിപ്പോയി. അതിൻ്റെ ഏറെ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വേദികളിൽ അഭിനയിച്ചിട്ടുള്ളത് ചെണ്ടയിലെ നിറസാന്നിധ്യമാണ് ഷിഹാബ്. അപ്പം അതുകൊണ്ട് ഷിഹാബിന് ഒരു നല്ല പുരസ്കാരം ഞാൻ തന്നെ ഇടാം. ഏറ്റവും
ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ ചെയ്ത ഒരു ക്യാമറമാനാണ് സിംലേഷ്. സിസിയും കുറേയധികം എപ്പിസോഡുകളിൽ പങ്കെടുത്ത ഒരാളാണ്. സിസി വന്ന ദിവസമാണ് സിജു ക്യാമറമാൻ വരുന്നത്. വികാസ് എന്നും പറയുന്ന എൻ്റെ ഒരു ക്യാമറമാനാണ്. വിനോദ് തൈക്കാട്ടുശ്ശേരിക്ക് വിനോദ് നല്ല കഥാപാത്രങ്ങൾ നല്ല തന്മയത്തമായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ നല്ല ചാനലിൽ നല്ല വേഷങ്ങൾ ചെയ്യുന്നു. വിനോദ് തൈക്കാട്ടുശ്ശേരിക്ക് എൻ്റെ ഹൃദ്യമായ അഭിനന്ദനവും എൻ്റെ സ്നേഹവും ഞാൻ പങ്കുവയ്ക്കുന്നു. മധു എന്ന് പറഞ്ഞാൽ നിരവധി സിനിമകളിൽ നിരവധി ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇന്നത്തെ എൻ്റെ സജീവമായ പ്രവർത്തനങ്ങളിലൊക്കെ സൂപ്പർ സ്റ്റാറുകളും തമിഴ് സൂപ്പർ സ്റ്റാറും മലയാള സൂപ്പർ സ്റ്റാറും അടക്കമുള്ള നിരവധി സിനിമകളുടെ ആർട്ട് ഡയറക്ടറാണ് മധു വാവച്ചൻ. മധു വാവച്ചന് ഹൃദ്യമായ പുരസ്കാരം. ടിമയുണ്ട്. ടിമ കുമ്പളങ്ങി സ്വദേശിയാണ്. ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ ടിമ തിളങ്ങി സ്വീറ്റിയെ ഹൃദയപൂർവ്വം നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടുള്ള വലിയ വേഷക്കാരനായി മാറിയ വിജയനൊരു പുരസ്കാരം. അഭിലാഷനും ഒരു വലിയ പ്രോത്സാഹനം. കോമഡി ഷോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ജയദേവനെ ഞാൻ പരിചയപ്പെടുന്നത്. അന്നത്തെ ആ ശബ്ദവും പിന്നീട് അതിനോടൊപ്പമുള്ള യാത്രയും ഭയങ്കര സ്നേഹം. കമോൺ, ഇടയ്ക്കൊക്കെ വേഷം വന്ന് ചെയ്തിട്ട് പോവും, പിന്നെ വിളിക്കില്ല. വേണ്ട പോ, അങ്ങനെയൊന്നും പിടിക്കില്ലേ. ശ്രീജിത്ത് എന്നറിയപ്പെടുന്ന ശ്രീകുട്ടൻ. അപ്പോൾ ശ്രീകുട്ടനെ ഇതിൻ്റെ നല്ലൊരു എയറിൽ നിർത്തുന്ന പരിപാടിക്ക് ഏറ്റവും കൂടുതൽ ഭാഗവാക്കാകുന്ന ഒരാളാണ്. താങ്ക് യു. തിരുവമ്പാടി രാജേഷ്. ജുഷ ഒരു സമയത്തൊക്കെ അല്ലേ തുടക്കം പരിശീലിച്ചതാണ്. പിന്നെ അശ്വതിയാണത് കൊത്തിപ്പറിച്ചത്. താങ്ക് യു. ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് ടേബിളിലേക്ക് വരുന്നു, ടേബിൾ കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് എങ്ങനെ എയറിൽ വരുന്നു, അതിനൊക്കെ സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് ബെനിഗോപി. ബെനിഗോപിയുടെ വീട്ടിലും എൻ്റെ ചെണ്ട ഉണ്ടാകണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സ്നേഹപുരസരം. എഡിറ്റർ എവിടെ? ഹരീഷ് എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടോ? കമോൺ. സന്തോഷം. നമ്മൾ ചെയ്തു കൊടുക്കുന്നതല്ല കേട്ടോ, അത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിലെ നന്മയും തെന്മയും തിരിച്ചറിയുന്ന വലിയ ആളുകളിൽ ഒരാളാണ് ഹരീഷ്. ഇങ്ങനെയൊക്കെ എയറിൽ കണ്ട പരിപാടികളൊക്കെ നന്നായിട്ട് അവതരിപ്പിച്ചതിൽ മോശമായ കാര്യങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞതിൽ മിടുക്കൻ ഹരീഷിനെ സ്നേഹത്തോടെ. ഹരീഷിൻ്റെ വീട്ടിലും എൻ്റെ ഒരു ചെണ്ട ഉണ്ടാവണം. ഇത് 3 പേരും ഇടക്കിടക്ക് വന്ന് 9, 10 എപ്പിസോഡൊക്കെ അഭിനയിച്ചിട്ട് പോയിട്ടുള്ള ആളുകളാണ്. അൽവിൻ ശരിക്കും മുണ്ടക്കയം അല്ലേ, മുണ്ടക്കയത്തിരുന്നു കൊണ്ട് ചെണ്ടയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല അല്ലേ, സ്നേഹമാണ്. ഓക്കെ, സന്തോഷം. താങ്ക് യു. ജോഷി ഇടയ്ക്കൊക്കെ വന്ന് ചില പരിപാടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്. ജോഷിക്കൊരു പുരസ്കാരം തരുമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. നമ്മുടെ പരിപാടികളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുകയും ചെയ്യുന്ന വിഷ്ണുവിനെ ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ രാജു ഇടയ്ക്കൊക്കെ വന്ന് ചില എപ്പിസോഡുകളിലൊക്കെ മുഖം കാണിക്കും. ഷിജു അഞ്ചുമനെ നമുക്ക്, എൻ്റെ സംവിധായകൻ ഷിജു അഞ്ചുമനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓരോ ആഴ്ചകളിലും പുതിയ കണ്ടന്റുകളുമായി എത്തുന്ന സായൻ ചേട്ടൻ്റെ ചിന്തകളിലാണ് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ളത്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ കയ്യിലാണ് ഈ പ്രോഗ്രാം. അവരെ ഒരു ക്യാമറ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞാടുകയാണ്. ഈ ക്യാമറയ്ക്ക് മുമ്പിൽ എല്ലാവരോടും ബഹുമാനമാണ്, സ്നേഹത്തേക്കാൾ ബഹുമാനം തന്നെയാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും. കൂടാതെ
നമ്മുടെ പ്രോഗ്രാം എഡിറ്റ് ചെയ്ത് കുറേ കാലം എഡിറ്റ് ചെയ്തിട്ടുള്ള രവിശങ്കർ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. ചെണ്ട കൊട്ടിക്കയറാറേ ഉള്ളൂ, കൊട്ടി ഇറങ്ങാറില്ല. അങ്ങനെ തന്നെ എല്ലാവരും കൊട്ടിക്കയറട്ടെ, ചെണ്ടയെപ്പോലെ അസുരവാദ്യം പോലെ എല്ലാവരെയും ത്രസിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.